ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ സാധനം ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇതിന്റെ പേരൊന്നും അറിയില്ല. പെട്ടെന്ന് എനിക്കൊരു ഐഡിയ തോന്നിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യുന്ന ഒരു പലഹാരമാണ് കേട്ടോ. അപ്പൊ ഇവർക്ക് വൈകുന്നേരം തിന്നാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. കുഞ്ഞാക്ക് സ്കൂളിൽ നിന്ന് വന്നിട്ട് അങ്ങനെ എന്തെങ്കിലും വേണം അല്ലെ. അപ്പൊ ഇന്ന് കാണാൻ സ്കൂളിൽ പോയിട്ടാ അല്ല എണ്ണ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞാല് ഞാൻ കുറേ ആലോചിച്ചിട്ട് എനിക്കൊരു പിടിയില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് കളയേണ്ടിയിരുന്നു അല്ലേ സെൻറ്ററിൽ. ഞാൻ വിചാരിച്ചു ഇവിടെ നല്ല പഴുത്ത പഴം ഉണ്ട്, ഇങ്ങനെ നല്ല പഴുത്ത പഴമുണ്ട്. അപ്പം ഈ പഴത്തിനെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴാണ് ഒരു ഐഡിയ തോന്നിയത്. സക്സസ് ആകുമോയെന്ന് അറിയില്ല, നോക്കാം. അപ്പം ഞാൻ ഈ പഴമിലൊന്ന് കട്ട് ചെയ്യട്ടെ. മാംഗോനെ പോലെ ഉണ്ടല്ലേ? മാംഗോ അല്ല, അല്ല മുറിക്കുമ്പോ ഒരു പീസ് ഇടുന്നില്ലേ? സ്റ്റവ് കത്തിച്ചിട്ടുണ്ട് അല്ലേ? പഞ്ചസാര, തേങ്ങ, പഴം. പിന്നെ ഞാനൊരു പഴം ആടാക്കി വെച്ചിട്ടുണ്ട് അല്ലേ? ഇതിൽ കുറച്ച് അവല്, രേഷം മതി അവല്, കുറച്ചുപ്പ്, കുറച്ച് വെള്ളം. നല്ലോണം വേണ്ട, കുറച്ച് മതിയാവും. നല്ല ലൂസാവാൻ വേണ്ടിട്ട് പാടില്ല കേട്ടോ. ഇത് ഡബി പലഹാരത്തിന്റെ പേരാണ് നോ ഐഡിയ പലഹാരം. കണ്ടില്ലേ? എന്താ ഇങ്ങനെ ഇരിക്കണം. അവല്, മൈദ, ഉപ്പ്, ഇതിലേക്ക് മുറിച്ചു വെച്ച പഴം ഇടുക, പഞ്ചസാര, തേങ്ങ, ഇത്രയും സാധനം ചേർക്കണം. അപ്പൊ കുറച്ച് തേങ്ങയും പഞ്ചസാരയും കുഞ്ഞാപ്പ് വേണമെന്ന് പറഞ്ഞതുകൊണ്ട് തിരിച്ചു വെച്ചു. മതിയോ മോളെ? വേണ്ടേ? ഞാൻ ആക്കി തരാം കേട്ടോ. വേറെ എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കും. കണ്ടില്ലേ? ഇതെന്താവുന്നൊരു ഐഡിയ എനിക്കില്ല. എന്നിട്ട് എണ്ണയിലിട്ട് കാച്ചണം. ഇത് സക്സസ് ആയാലും എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. വേറെന്താ നമുക്ക് അഭിപ്രായമില്ല അല്ലേ? എപ്പോഴും പഴംപൊരിയിലും തിന്ന് മടുത്തു. ഇല്ലേ? ഏട്ടന് വേണ്ട, കണ്ണന് ഇങ്ങനത്തെ ഒന്നും നടക്കൂല. കണ്ണന് സ്വീറ്റ് ഐറ്റംസ് ഒന്നും നടക്കൂല. അയ്യോ, കുറച്ച് എരിവില്ല വേണം. കുറച്ച് എരിവില്ല വേണം. ഇപ്പൊ ഇതിങ്ങനെ ഇവിടെ ഇരിക്കട്ടെ. ഇനിയിപ്പോ ഇത് എണ്ണ ചൂടായിട്ടാകുമ്പോ എന്ത് ചെയ്യണം? കോരിയെടുക്കണം. ഓരോരോ സ്പൂൺ എടുത്തിട്ട് അതിലേക്ക് ഇടാം. എന്താവുന്നൊരു ഐഡിയ ഇല്ല കേട്ടാ. നോക്കാം എന്താവുന്നുള്ളത്. എണ്ണ ചൂടാവുന്നുണ്ട്. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. എണ്ണേരോണ്ട് എനിക്ക് കുഞ്ഞമ്മ പൊടിയാണ്. നമ്മുടെ വീഡിയോഗ്രാഫർ നമ്മുടെ കുഞ്ഞാവയാണ്. മൂന്നെണ്ണം ഞാൻ തൊട്ടിട്ടുണ്ട്. നിങ്ങളെ പാത്രം വലുതാണെങ്കിൽ നിങ്ങനെ എത്ര വേണമെങ്കിലും കേട്ടോ അല്ലേ? ഇതില്ലേ പഞ്ചസാര ഇട്ടതുകൊണ്ട് വേഗം കരിയാൻ ചാൻസ് ഉണ്ട്. ഇത് ഒട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ. നമ്മ എണ്ണ എത്തിട്ടല്ലോ അല്ല, എന്തോ പറയാ സക്സസ് ആയിട്ടാ ഒട്ടിപ്പിടിക്കുന്നു. അമ്മ അങ്ങനെ എടുക്ക്. ഒരു മിനിറ്റ്, ഇത് കായട്ടെ.
കുഞ്ഞാവേ ഇത് നോ ഐഡിയ പോലെ നോ സക്സസ്. എന്തെന്നോ എന്തോ ഒന്നും അറിയുന്നില്ല. ഇതിനെ തിന്നോക്കിട്ടാ പറയുന്നത് സംഭവം. ഇതെന്ത് സാധനം? എന്തായാലും നമ്മൾ പഴം തിന്നില്ലേ, പഴമായതുകൊണ്ട് വലിയ പ്രശ്നമില്ല. പഴംപൊരിന്റെ കോളമായി കോളം. ചൂട് ചൂട്. ഇത് നമുക്ക് ഓരോന്നും ഉണ്ടാക്കി നോക്കാം. അപ്പൊ കൊറേ ചുട്ടതുകൊണ്ടായിരിക്കും അത് ഒട്ടിപ്പിടിച്ചത്. നമുക്ക് ഓരോന്നും ഉണ്ടാക്കി നോക്കാം. ടേസ്റ്റ് നോക്കട്ടെ. ടേസ്റ്റ് കുഴപ്പമില്ല, അടിപൊളിയാണ്. ചൂടുണ്ട് ചൂടുണ്ട്. ഊത് ഊത്, നല്ല ചൂടുണ്ട്. ചൂടുണ്ട് മോളെ. ചൂട്. ആ കുഞ്ഞാവത്തെ വായിലേക്ക് ചൂടിട്ടിട്ട് എന്റെ പോട്ടെ പോട്ടെ പോ. അപ്പൊ ഇത് സക്സസ് ആയില്ല ഗൈസ്. ടേസ്റ്റ് ഒക്കെ ഉണ്ട്, നോക്കട്ടെ. അത് എനിക്ക് തോന്നുന്നുണ്ട് നേരത്തെ തീ കൂടിപ്പോയി, മാത്രമല്ല ഒരുമിച്ചിട്ടു. അപ്പം അങ്ങനെ ഒട്ടിപ്പിടിച്ചതാണ് കേട്ടോ സംഭവം. ഇത് പഴംപൊരി പോലെ തന്നെ, കുറച്ച് വെറൈറ്റി ടേസ്റ്റ് അല്ലേ കുഞ്ഞാവേ? ഇതിൻ്റെ അവസ്ഥ നോക്ക്. അത് കൊളായിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പം ഇത് ശരിക്കും കിട്ടിയിട്ടുണ്ട്. തേങ്ങയും മൈദ, അവല്, ഉപ്പ്, പഞ്ചസാര, ഇതേ സാധനമാണ് എണ്ണയിൽ കിടന്ന് തിളക്കുന്നത്. ആ അത് പഴംപൊരിയാക്കി തരാം. അതാ. അപ്പൊ കുഞ്ഞാവ തിന്നാൻ വേണ്ടിയുടെ മുറിച്ച് വെച്ചിട്ടുണ്ട്. പഴംപൊരി ആക്കണം എന്നാണ് പറയുന്നത്. കുഞ്ഞാവ ഇത് തിന്നാല് പഴംപൊരി വേറെ വേണ്ട. ഇതിപ്പോ നോക്കിയേ, ഇത് സക്സസ് ആയിനോ അവേ? നോക്ക്. നോക്കിയേ, ഇത് സക്സസ് ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടാവും. ആ രാത്രി ഇത് പഴംപൊരി. കുഞ്ഞാവക്ക് രാവിലെയും പഴംപൊരി, ഉച്ചക്കും പഴംപൊരി, രാത്രിയിലും പഴംപൊരി. അല്ല കുഞ്ഞാവേ, കുഞ്ഞാവക്ക് പഴംപൊരി ഭയങ്കര ഇഷ്ടം. ഇത് വേവട്ടെ. അപ്പൊ ഇത് ഓരോന്നായിട്ട് ഉണ്ടാക്കിയെടുക്കണം, എന്നാലേ കിട്ടുള്ളൂ കേട്ടാ. അല്ലെങ്കിൽ ഇതുപോലെ ഇരിക്കും. അപ്പൊ പലഹാരം റെഡി ആയിട്ടുണ്ട്. ഈ പലഹാരത്തിന് പേര് പറയുന്നവർക്ക് സമ്മാനം ഉണ്ടല്ലേ? ഈ പലഹാരത്തിന് ഒരു പേര് കമന്റ് ചെയ്യുന്നവർക്ക് സമ്മാനം ഉണ്ട് ഉറപ്പായിട്ടും. എന്താ പലഹാരത്തിന് ഒരു പേര് വേണം. എന്താ സമ്മാനം? പേര് എനിക്കറിയില്ല. ഈ പലഹാരം ഒന്ന് കരിഞ്ഞു കേട്ടാ. സമ്മാനം എന്താ? അന്നേരം ഇത് പലഹാരം റെഡി ആയിട്ടുണ്ട്. ഉന്നക്കായ എന്നല്ല കേട്ടോ, ഇത് ഒരു തരം പലഹാരം. ഉന്നക്കായയിൽ അവലൊന്നും ചേർക്കില്ലല്ലോ. അപ്പോൾ ഈ പലഹാരത്തിനൊരു പേര് പറയുന്നവർക്ക് ഉറപ്പായിട്ടൊരു സമ്മാനമുണ്ട്. പേര് കമന്റ് ചെയ്യണം കേട്ടോ. ഇപ്പം ഒന്ന് ചെറുതായിട്ടൊന്ന് കരിഞ്ഞു പോയി, അത് കാര്യമാക്കണ്ട കേട്ടോ. ഒന്ന് കുറച്ച് തീ അധികമായിപ്പോയി. ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ടതാ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഷേപ്പ്. ഉന്നക്കായ പോലെ തന്നെ ഷേപ്പെല്ലാം, പക്ഷെ ടേസ്റ്റ് അപാരം അല്ലേ കുഞ്ഞാവേ? ടേസ്റ്റ് എങ്ങനെയുണ്ട് എണ്ണ? രസമുണ്ടല്ലേ? ഷേപ്പൊന്നും ഇല്ലാന്നെല്ലും, ലുക്കിലല്ല വർക്കിലാണ് കാര്യം അല്ലേ എണ്ണ? അപ്പോൾ കട്ടൻ ചായ ഇവിടെ. ആർക്കൊക്കെ കട്ടൻ ചായ വേണം? കണ്ണനാ? ആ മധുരമുണ്ട്. ചൂടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് കുഞ്ഞാവേ? സൂപ്പറാ. അപ്പോൾ ഇതാ ഈ പലഹാരം എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. അവല്, മൈദ കുറച്ചേ ചേർത്തിട്ടോ. മൈദ അത്ര നല്ലതല്ലല്ലോ, അതുകൊണ്ട് കുറച്ചേ ചേർത്തിട്ടോ. അപ്പോൾ നല്ലതല്ലേ കുറച്ച് ചേർക്കുമ്പോൾ അല്ലേ? അപ്പോൾ മൈദ, അവല്, ലേശം ഉപ്പ്, പഞ്ചസാര, പഴം. വലിയ പഴം കേട്ടോ. തേങ്ങ ഉപ്പ് കുറച്ച് വേണം, അല്ലെങ്കിൽ ഒരു ഉപ്പിടാത്ത കഞ്ഞി പോലെ ഉണ്ടാവും. നമ്മൾ ഏത് പലഹാരത്തിനും ലേശം ഉപ്പ് ചേർക്കണം, മനസ്സിലായില്ലേ? അപ്പോൾ ഉപ്പിടാണ്ട് ഇത് തിന്നു കഴിഞ്ഞാലേ ഒരു ടേസ്റ്റ് കിട്ടൂല വാവക്ക്. അടക്കിടാം, എല്ലാ പലഹാരത്തിനും ഇടാം. ലേശം അതിൻ്റെ ഒരു ബാലൻസിങ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം.
അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് സംഭവം. അപ്പോൾ ഓക്കെ ബൈ. നമ്മൾ ചായ കുടിക്കട്ടെ. ബൈ.